നമസ്കാരം. കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ കൃഷ്ണഗാഥ പാരായണം. ഇന്ന് 18-ാം ദിവസം, ചിങ്ങമാസം 17-ാം തീയതി. ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി കംസൽ ഗതിയാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ധ്യാനശ്രവത്തോടുകൂടി നിത്യപാരായണ ശ്രീകൃഷ്ണഗാഥ ആരംഭിക്കുകയാണ്. കേരളക്കരയിൽ ഉത്തരാഗ്രഭുവി കോലഭൂപനുടെ തോഴനായി കൃഷ്ണഗാഥ രചിച്ച വിപ്രകവി താമസിച്ചൊരു ചിറക്കലിൽ പാലഭൂതിലകമായി മേവിടുന്നൊരു ദേശമായ കടലായി മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവന രക്ഷക. മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവന രക്ഷക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. കഞ്ചനൂമന്നേരം വെഞ്ചാമരങ്ങളെ ചെഞ്ചമ്മേ വീച്ചു മഞ്ചം പുക്കാൻ ചാണൂരൻ മുമ്പായ മല്ലന്മാരെല്ലാരും ചേണുറ്റു നിന്നോരു രംഗം തന്നിൽ ചെന്നു തുടങ്ങിനാർ വമ്പൂറ്റ സിംഹങ്ങൾ കുന്നിന്മേന്മേന്മേലെ ചെല്ലും പോലെ ആക്കം കാലർന്നുള്ള ബെരിയുമോരോന്നെ താക്കിത്തുടങ്ങിനാർ തന്നിൽ നിന്ന്. അന്യന്മാരായുള്ള മല്ലന്മാരെല്ലാരും ധന്യന്മാരായുള്ള ലോകർ മുമ്പിൽ ലീലകൾ തോഞ്ഞുടൻ തന്നൂടെ വേലകൾ കാട്ടിനാർ വെവ്വേറെയായി. അന്തകനാഥനായി നിന്നൊരു കഞ്ചനെ അന്തകൻ വീട്ടിനെ കാട്ടുവാനായി ബന്ധൂരന്മാരായ ബന്ധുക്കൾ ചുഴുറ്റു ചന്തത്തിൽ വന്നോരു നന്ന ജന്താൻ. മല്ലന്മാർ തല്ലുന്ന ബേരിയും കേട്ടിട്ടു ചൊല്ലേണം ഞാനിപ്പോൾ ഇന്നു നണ്ണി. ഗോപാലബാലരും രാമനും താനുമായി ഗോപുരവാതുക്കൽ ചെന്ന നേരം വാരണവീരനെ നിന്നതു കണ്ടിട്ടു പാരാതെ ചൊല്ലിനാൻ പാവാനോട്. പോവാനായുള്ള ഒരു വാതിൽ വഴങ്ങേണം പാവാനെ ഞങ്ങൾക്കു പാരാതെ നീ എന്നതിനേതുമേ മിണ്ടാതെ നിന്നപ്പോൾ പിന്നെയും ചൊല്ലിനാൻ നന്ന ജന്താൻ. നിന്നോടു ചൊല്ലുന്നു നീങ്ങു നീ എന്നു ഞാൻ എന്നോടല്ലെന്നോ നീ ഉന്നിക്കുന്നു. നീങ്ങുന്നതില്ലെന്നു നിർണയമുണ്ടെങ്കിൽ നീക്കുന്നതുണ്ടെന്നു നിർണയം ഞാൻ എന്നതു കേട്ടപ്പോൾ നിന്നൊരു പാവന്ത നന്ന കുമാരകൻ തന്നെ നോക്കി പാവുകളേകി നിന്നാനയെ പായിച്ചാൻ സേവകരാകുമ്പോൾ എന്നെ വേണ്ടു. ചാടിയാണഞ്ഞുള്ളൊരാനയെ കണ്ടപ്പോൾ പേടിച്ച പോലെ അങ്ങോടിനാൻ താൻ. ചീറ്റം തീരണ്ടൊരു പാവാൻ താൻ ചൊല്ലിനാൻ ഏറ്റം ചിരിച്ചു നിന്നെന്ന നേരം. നീക്കുന്നതുണ്ടു ഞാൻ എന്നല്ലോ ചൊല്ലി നീ നീക്കുന്നവാറു നീ ഇങ്ങിനെയോ എന്നങ്ങു പിന്നെയും ചൊന്നേരം ചെന്നു ചെന്നേശിനാൻ ആശു ചെമ്മേ. വമ്പുറ്റു നിന്നൊരു വാരണവീരൻ താൻ തുമ്പിക്കൈ കൊണ്ടു പീഡിച്ചാനപ്പോൾ കയ്യിന്നു വീണ്ടവൻ തന്നെയും താടിച്ചു കാലിടെ ചെന്നങ്ങോളിച്ചാൻ കണ്ണൻ. കാണാഞ്ഞ നേരത്തു കാറ്റിനെ കൊണ്ടാരാഞ്ഞു നിന്നുടൻ അങ്ങുമിങ്ങും. മുഷ്കരനായൊരു വാരണൻ അന്നേരം പുഷ്കരലോചനൻ പൂവൽ മേനി. പുഷ്കലമായൊരു പുഷ്കരം കൊണ്ടുടൻ ദുഷ്കരമെങ്കിലും ചെന്നു തൊട്ടാൻ. തൊട്ടൊരു നേരത്തു തോയോ ജലോചനൻ പെട്ടെന്നു ചാടിപ്പുറപ്പെട്ടുടൻ. വാലപ്പിടിച്ചു വലിച്ചു തുടങ്ങിനാൻ
ബാലകൻ കന്നിനെ എന്ന പോലെ. പക്ഷങ്ങൾ രണ്ടിലും തുമ്പിക്കൈ തന്നെ കൊണ്ടക്ഷണം വീയുന്ന വാരണൻ താൻ. പന്നകവായൊഴു കാൽ പിണഞ്ഞിടുന്ന മണ്ടുക വേലയെ പൂണ്ടു നിന്നാൻ. വാലങ്ങു കൈവിട്ടു പാഞ്ഞു തുടങ്ങിനാൻ വാരണൻ തൻ മുന്നിൽ ചെന്നു. പിന്നെ പാഞ്ഞതു കണ്ടൊരു വാരണ വീരനും പാഞ്ഞു തുടങ്ങിനാൻ കണ്ണൻ ബിംബേ. ചെമ്പൽ തോർമാനീനി പൂണുന്ന പൂമീനി തുമ്പിക്കരം കൊണ്ടു തൊട്ടു തൊട്ടു. പായുന്ന നേരത്തു ഭൂതലം തന്നിലെ പോയങ്ങു വീണാന കാർവർണ്ണൻ താൻ. കാര്യമേ എന്നു കാണുന്നോർക്കെല്ലാവർക്കും വാരണ വീരനും തോന്നും വണ്ണം. വാരീചലോചനൻ വീണോരു നേരത്തു വാരണ വീരൻ വൻ കോപത്താലേ. ഭൂമിനി നീർ കണ്ടു കുത്തി നിന്നിടിനാൻ ഭൂമിയിലായതു കൊള്ളുവതപ്പോൾ. ഭൂമിയിലായതു കുറ്റമല്ലൊക്കുമ്പോൾ കാമിനിയായല്ലോ കണ്ണനുള്ളൂ. കൊമ്പുകളാണ്ടതു കൊള്ളരുതാനിട്ടു വമ്പിലുഴന്നങ്ങു നിന്ന നേരം. വാരീജലോചനൻ പൊങ്ങിച്ചതെന്നതോ ഭാരമായി വന്നു പോരായ്മയായി വന്നു വീരനപ്പോൾ. മുന്നതിലേറ്റവും കോപിച്ചു നിന്നുടൻ പിന്നെയും ചെന്നു പിണങ്ങും നേരം. നന്മൂനയുണ്ണുമ്പോൾ എമ്മതൻ മാറത്തു ചെമ്മയടിക്കുന്ന കൈകൊണ്ടപ്പോൾ. താടിച്ചാൻ വന്നൊരു വാരണ വീരന്തൻ കേടറ്റു നിന്ന കവിൾത്തടത്തിൽ. താടനമേറ്റൊരു വാരണ വീരനു പീഡയുണ്ടായി വന്നു പിന്നെ പിന്നെ. പേടിയും പൂണ്ടുടൻ വാടിനമെയ്യുമായി ഓടുവാനായി തുടങ്ങും നേരം. വമ്പോടു വേറായ തുമ്പിക്കരം തന്നെ വമ്പിൽ പീഡിച്ചു വലിച്ചാൻ കണ്ണൻ. മാതംഗ വീരനു മാനസം തന്നുള്ളിൽ ആതങ്കമേറ്റമെഴുന്നതപ്പോൾ. വാപിളർന്നങ്ങു കരഞ്ഞു തുടങ്ങിനാൻ കൗപീനമായി വന്നു വാലുമപ്പോൾ. വാരിജലോചനൻ വാരണ വീരനെ പാരാതെ നിന്നു ചുഴറ്റി പിന്നെ. ഭൂതലം തന്നിലെ തല്ലി നിന്നേരം ചേതന പോക്കിനാൻ ദൂരം ദൂരം. മസ്തകം തന്നെ ചവിട്ടിപ്പറിച്ചുടൻ എത്തിന കൊമ്പുകൾ രണ്ടും പിന്നെ. മൂത്തവൻ കയ്യിലെ നൽകിനാൻ ഒന്നവൻ ശക്തനായി താനും ഒന്നേന്തിക്കൊണ്ടാൻ. അസ്ഥിപന്മാരെയും കൊന്നുടൻ വീഴ്ത്തിനാൻ അത്തരം പിന്നെ അടുത്തതെല്ലാം. ദന്തിതൻ ദന്തത്തെ തോളിലും ചേർത്തുടൻ നന്ദകുമാരകന്മാരം നേരം. മല്ലന്മാരാകുന്ന മാതംഗയൂഥത്തെ വെല്ലുന്ന കേസരി വീരന്മാരാൽ മംഗലം നൽകുവാൻ തന്നെയും വന്നോർക്കു ഭംഗികൾ തങ്ങിന രംഗം തന്നിൽ. അഞ്ചാതെ ചെന്നു കരേറി തുടങ്ങിനാർ അഞ്ചാറു ബാലകന്മാരുമായി. മഞ്ചങ്ങളേറിന മാലോകരെല്ലാരും അഞ്ജന വർണ്ണനെ കണ്ടാരപ്പോൾ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മല്ലന്മാരെല്ലാരും പാവകന്താനിതെന്നുള്ളിലെ നന്ദി നടുങ്ങി നിന്നാർ. ആനന്ദലീലന്മാരായി തുടങ്ങിനാർ ആണുങ്ങളെല്ലാരും കാണും നേരം. അങ്കനമാരെയും അങ്കജൻ താനെന്നു തങ്ങളിൽ നിന്നു പറഞ്ഞാരപ്പോൾ. നമ്മുടെ ബാലകൻ താനെന്നു നന്ദിനാർ നന്ദ തുടങ്ങിന വല്ലഭന്മാർ. ദുഷ്ടന്മാരായുള്ള മന്നവർ മാനസം പൊട്ടിത്തുടങ്ങിയതു കണ്ട നേരം. നിർമ്മലയായുള്ള ദേവകി ദേവിക്കു നന്മുല കിണ്ണം ചുരന്നിടപ്പോൾ. ആനകർന്നുഹി തന്നെ മേനിയിൽ കോൾമയിർ കൊണ്ടു തുടങ്ങിയപ്പോൾ. പെട്ടെന്നു കണ്ടൊരു നേരത്തു കംസനും ഞെട്ടി നടുങ്ങി വിറച്ചു വീണാൻ. ചിന്മയമായുള്ള ദൈവതം താനെന്നു നിർമ്മലരായവർ നന്ദിക്കൊണ്ടാർ. വൃഷ്ണികളെല്ലാരും നാഥനെന്നിങ്ങനെ വിശ്വസിച്ചിടിനൻ കണ്ട നേരം. രംഗത്തിൽ ഇങ്ങനെ നന്ദധനുജന്മാർ ഭംഗിയിൽ നിന്നു വിളങ്ങും നേരം. ചാണൂരനാകിന മല്ലൻ താൻ ചൊല്ലിനാൻ ചാകലം വേറായ വാക്കു തന്നെ. നന്ദകുമാരന്മാരായുള്ള നിങ്ങളിൽ നമ്മോടു
നിൽക്ക വേണം. കാലിയും മേച്ചു നൽകാനേനമോരോന്നൽ ബാലകന്മാരുമായി ചാലേ നിന്ന് മല്ലുകൊണ്ടേറ്റം കളിക്കുന്ന നിങ്ങളെ കല്യന്മാരെന്നു നാം കേൾക്കുമെന്നാൽ മന്നവ വീരനു കാൺമതിനായി ഇപ്പോൾ മല്ലിനെ കാട്ടേണം നാം എല്ലാവരും എന്നതു കേട്ടൊരു നന്ദകുമാരകൻ എല്ലാവരും കേൾക്കാനപ്പോൾ മല്ലിനെ കാട്ടുവാൻ നമ്മീരിൽ നോക്കുമ്പോൾ തുല്യതയില്ലല്ലോ ഒന്നുകൊണ്ടും. കല്യന്മാരായുള്ള മല്ലന്മാരി നിങ്ങൾ വല്ലാതെ ബാലന്മാരല്ലോ ഞങ്ങൾ. ഞങ്ങൾക്കു നേരത്തു നിന്നോരുമായിട്ട് ഞങ്ങൾക്കു ലീലകൾ ചേർന്നു കൂടൂ. നിങ്ങൾക്കും അങ്ങനെ പൊങ്ങുന്ന ചർച്ചയും ഇങ്ങനെ ഞങ്ങളോട് സീനാൽ വന്നുകൂടാം. ബാലകന്മാരോടു ചാലക്കാലർന്നുള്ള ലീല നാം വേണ്ടിയില്ല എന്നു തോന്നും. മന്നവനിന്നിതു കാണണമെന്നാകിൽ ചൊന്നതു ഞങ്ങളു കേട്ടുകൊള്ളാം എന്നതു കേട്ടൊരു മല്ലനും ചൊല്ലിനാൻ. നന്ദകുമാരകൻ തന്നെ നോക്കി കേവലം പോരുന്ന ബാലകനല്ല നീ, കേശിയെ കൊന്നതു നീയല്ലയോ. ബന്ധുരനായ ഒരു ദണ്ഡിയെ തന്നെയും അന്തകൻ കോയിക്കലാക്കി നന്ദി. വീരന്മാരായുള്ള ഞങ്ങളോടീശുവാൻ നേരായി നിന്നതു നിങ്ങളിപ്പോൾ. ഖിന്നത കൈവിട്ടു മന്നവൻ മുന്നിലെ സന്നദ്ധരായാലും എന്നെ വേണ്ടു. ഇങ്ങനെ കേട്ടൊരു നന്നജനെന്നപ്പോൾ സങ്കരഭൂമികളാണ്ടു ചെമ്മേ. പാരമണഞ്ഞവൻ മേനിയോടേശിന പാവകൻ ദാരുവോടെന്ന പോലെ. രോഹിണി സൂനുവും മുഷ്ടികാമല്ലേനും ആഹവമായി പിഴഞ്ഞപ്പോൾ മല്ലന്മാർ കൊല്ലുന്ന ലീലകൾ ഓരോന്നെ മെല്ലെ മെല്ലന്നേരം കാട്ടിക്കാട്ടി കാണുന്ന ലോകർക്കു വിസ്മയമാക്കിനാർ. ചാണൂര മല്ലനും കാർവർണ്ണനും വല്ലഭിമാരുടെ വാർമുലക്കോരകം മെല്ലവെ ചേരുന്ന മാറുതന്നിൽ മുഷ്ടികളേൽപ്പിച്ചു തുഷ്ടനായി മേവീനൻ. ദുഷ്ടനായുള്ളൊരു മല്ലവീരൻ മുഗ്ധവിലോചനന്മാരിടം തന്നിലെ മുഷ്ടികൾ വന്നുടനെ കുന്നേരം ദേവകി തന്നുടെ മാനസം തന്നുള്ളിൽ നോവു തുടങ്ങിയതു പരമപ്പോൾ. ചീറ്റം തീരണ്ടൊരു കംസന്നോ മാനസം ഏറ്റം കുളിർത്തു തുടങ്ങിയതപ്പോൾ. ദുഷ്ടനായുള്ളൊരു മുഷ്ടികമല്ലേനും മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു നന്നായി. രോഹിണി നന്ദനൻ മേനിയിൽ മെന്മേലെ ആഹ്വാനിച്ചിടിനായ വണ്ണം താഴാതാവണ്ണമക്കാർ മുതൽ വർണ്ണനെ താടിച്ചു നിന്നൊരു മല്ലനപ്പോൾ. പല്ലവം പോലെ പതുത്തൊരു ഭൂമേനി കല്ലെന്നു തോന്നി തുടങ്ങിയ ജമ്മേ. തന്നുടെ കൈകളെ മേനിയിലേക്കുമ്പോൾ ഭിന്നങ്ങളായി വന്നു പിന്നെ പിന്നെ. കാർവതൻ കൈകളെ തന്മയിലേക്കുമ്പോൾ കാരി ഇരുമ്പെന്നു തോന്നി പിന്നെ. ലീലയായി നിന്നങ്ങു ഭൂതലം തന്നിലെ ചാടിപ്പോയി വീണാന കണ്ണനപ്പോൾ. വീരനായുള്ളൊരു മല്ലന്താനന്തേരം ആരിൽക്കാരേറി നിന്നാത്താൻ തിണ്ണം. പാർത്തതു കേട്ടൊരു ലോകരെല്ലാരും പാർക്കന്മാരായി നിന്നാൽ പാർത്തപൂർവം ചിന്ത കൊണ്ടിടുന്ന കണ്ടെന്താനെന്നപ്പോൾ സന്തോഷവാരിയിൽ മുങ്ങിപ്പിന്നെ. മല്ലന്നു നൽകുവാൻ ആഭരണങ്ങളെ മെല്ലവേ ചാരത്തു നോക്കുന്നേരം കാൽകൊണ്ടു താടിച്ചു തള്ളി വിട്ടിടുന്ന കാർമുതൽ വർണ്ണേരം നല്ലൻ തന്നെ. സന്നദ്ധരായിട്ടു പിന്നെയും തങ്ങളിൽ മിന്നലെ പോലെ വീഴുന്നേരം കഞ്ചുരഞ്ജന വർണ്ണൻ പിടിച്ചു. അഞ്ചാത വർണ്ണമ കഞ്ചനു കാണുമാർ അഞ്ചാണു വട്ടം ചൂടത്തി പിന്നെ. ഭൂതലം തന്നിലെ തല്ലി ഞാനൊന്നൂലം മാതുലം തന്മനം മഴുകും വണ്ണം. നീണ്ടു നീണ്ടുള്ളൊരു നിദ്രയും വന്നപ്പോൾ പൂണ്ടുകിടന്നാളും വല്ലം തന്നെ. പൂണ്ടുകിടന്നുമെല്ലാം തന്നെ ദുഷ്ടരെ വെല്ലുന്ന നന്ദനും മുഷ്ടികം തന്നെയും അവണ്ണമേ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. കണ്ടു നിന്നിടുന്ന വിണ്ടലരെന്നപ്പോൾ കൊണ്ടൽ നിർവർണ്ണനെ കൊണ്ടാടിനാർ. സന്തോഷവാരിയിൽ മുങ്ങിനെ കണ്ടിരുന്നു സന്താപവേലിലങ്ങായാനപ്പോൾ. പിണങ്ങിന പിന്നെയും മൂഢന്മാരായുള്ള മല്ലന്മാരിൽ വീരന്മാരായിരുന്നു കാർവർണ്ണൻ കയ്യാലെ. വീരന്മാർ പോംവഴി പോയാ ചെമ്മി
മറ്റുള്ള മല്ലന്മാരെല്ലാരും എന്നപ്പോൾ തെറ്റെന്നു ചാടിന പേടിയോടെ ഗർഭിതനായൊരു കംസൻ താൻ അന്നേരം ദുർവചനങ്ങൾ പറഞ്ഞു മേലെ കർമ്മുകൾ വർണ്ണന്തൻ മാനസം തന്നിലെ കാലുഷ്യമേറ്റവിയെത്തി നിന്നാൽ നീതിയെ വേർവിട്ട മാതുലൻ തന്നോടെ നിന്ദയെ കണ്ടൊരു നന്ദജൻ താൻ മേൽപോട്ടു ചാടിനൻ മേളത്തിൽ നിന്നങ്ങു വായ്പയും കഞ്ചൻ മഞ്ചത്തിന്മേൽ വീരനായുള്ളൊരു കഞ്ചനും താനുമായി നേരിട്ടു പോരായി നിന്നു പിന്നെ കേസരി വീരന്താൻ ഏണത്തിൻ കോലത്തെ കേവലം ചെന്നു പിടിക്കും പോലെ പാരം വീടിച്ചങ്ങു തള്ളി വീട്ടിരീനാൻ ദുരമായുള്ളൊരു ഭൂതലത്തിൽ പെട്ടെന്നു ചാടീനൻ താനും അന്നേരത്തോ ദുഷ്ടനായുള്ളൊരു കഞ്ചൻ മീതെ പാരെല്ലാം ഇരേഴു മുളച്ചു വന്നവൻ പാരാതെ മിനിയിൽ പന നേരം വീരനായി വീണു കീടന്നൊരു കഞ്ചൻ തന്നെരിപ്പതുങ്ങി ഞാൻ പഞ്ഞി പോലെ ജീവനുമെന്നപ്പോൾ കഞ്ചനെ വെവിട്ടു പോവതിനായി തുടങ്ങുന്നേരം കർമ്മുകിൽ വർണ്ണന്റെ മിനി തടഞ്ഞിട്ടു പകരുതായികയാലെന്ന പോലെ പുണ്യമീ എന്നവൻ തന്നുടെ മിനിയോടൊന്നിച്ചു നന്നായി നിന്നു തപ്പോൾ ചർച്ചയെന്നുള്ളതു പിന്നെയും പാർക്കുമ്പോൾ ചർച്ചയായി വന്നിടുമെന്നു ന്യായം പഞ്ചകനാകിലും മധുലനായൊരു കഞ്ചനിൽ തന്നോട് ചേർത്താനല്ലോ കജന്തൻ വീണോരു നേരത്തു തന്നോട് ജഗൻ തഞ്ചീന സോദരന്മാർ തന്മാരും ഒന്നിച്ചു നിന്നുടൻ ചെന്നിട്ടു ചെമ്മയാണയോ പീണങ്ങുന്നേരം അൻപിനെ വെറുവിട്ടു രോഹിണി നന്ദനൻ സമ്പന്നരാക്കി നൻപൻപു കൊണ്ടേ സങ്കരം കൈവിട്ടു കണ്ണനും രാമനും രംഗത്തിൽ നിന്നി പോന്നു പിന്നെ ചങ്ങല പൂണ്ടുള്ളൂരച്ഛനും അമ്മയ്ക്കും മംഗലം നൽകുവാൻ ചെന്നു മുൻപിൽ എന്നും ഇവർക്കൊരു ബന്ധമുണ്ടാകില്ല എന്നങ്ങു തന്നിൽ നന്ദി നന്നായി പാവനമായൊരു പണിതാലം കൊണ്ടു പരിച്ച ബന്ധത്തെ പൊക്കി നിന്നാൽ ബന്ധമൊഴിഞ്ഞുള്ളൊരച്ഛനും അമ്മയും എന്തിനെ ചിന്തിച്ചുള്ളിൽ വിഷത്തിൻ കാരണമായി വിളങ്ങുന്ന വിഷ്ണുവിനിങ്ങനെ തോന്നിയപ്പോൾ എന്നതു കണ്ടോരു കൊണ്ടനെ വർണ്ണൻ താൻ തന്നോടെ മയയെ പൂണ്ട നേരം എന്നോടെ പൈതൽ താൻ എന്നതെ നന്നിട്ടു പിന്നെ പീഡിച്ചെന്നു പൂണ്ടു കൊണ്ട തൂമൊഴി കൊണ്ടവരുള്ളിലെ വേദന കർമ്മകൾ വർണ്ണൻ താൻ പൊക്കി പിന്നെ അഗ്രനാനിമുള്ളൊരു ദശേനൻ തന്നെ വേദങ്ങൾ തീർത്തു തേടി അഭിഷേകത്തെ ചെയ്തിട്ടു പാട്ടമാകുന്നൊരു കഞ്ചൻ നാട്ടിൽ നിന്നാട്ടിക്കളഞ്ഞുള്ളവരെല്ലാരെയും തേടി വിളിപ്പിച്ചു തന്നോടെ കേടറ്റ മന്ദിരം തന്നിലാക്കി വീണുന്നതെല്ലാമേ നൽകി ഞാൻ വേദന വേർവിട്ടു പോകും വണ്ണം ഗോകുലനാഗന നിന്നോരു നന്ദൻ ആകുലനാകാതെ ചൊന്നാൽ പിന്നെ നമ്മുടെ ദേശത്തു പോവതിനായിട്ടു ചെമ്മി തുടങ്ങിപ്പോൾ യാദവന്മാർക്കെല്ലാം മോദത്തെ നൽകി ആദരവോടുപ്പിച്ചൂടെ അമ്മയെ കാണാനായി ഞാനും അച്ഛനും അമ്മയും മറ്റവനുണ്ടല്ലോ ഇച്ഛയെ നൽകുവാൻ ദീർഘമായുള്ളൊരു കാലം ഇന്നിങ്ങനെ പാർക്കുമിന്നുള്ളതൊക്കെ വേണ്ട അച്ഛനായുള്ളതു നീയൊഴിച്ചില്ലേ എനിക്ക് അച്യുതൻ തന്നോടെ പാദത്താണ് പെറ്റു വളർത്തൊരു തായായി നിന്നതു മുറ്റുമേനിക്കു മറ്റാരുമല്ലേ നീറ്റിലും തീയിലും വീഴാതെ കൊണ്ടെന്നെ പൊറ്റി വളർത്തതു നിങ്ങളല്ലോ ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെ എന്നും മറക്കയില്ലേ നന്ദനോട് ഇങ്ങനെ ചൊന്നൂടൻ തന്നോടെ ചങ്ങാതിമാരോട് ചൊന്നാൽ പിന്നെ അച്ഛനോ ചങ്ങാതമായിട്ടു നിങ്ങളും ഇച്ഛയിൽ പോകണം അൻപാടിയിൽ പാരാതെ പോന്നങ്ങു വന്നതുമുണ്ടു ഞാൻ നാരായണൻ തൻ്റെ പാദത്താണ് നിങ്ങളുമായുള്ള ലീലകൾ ചിന്തിച്ചാൽ എങ്ങനെ ഞാനിങ്ങു നിന്നുകൊള്ളൂ കാളിന്നി തീരത്തെ കാനനം തന്നിലെ കൈകനി തിന്നല്ലോ ഞാൻ വളർന്നു എന്നും അതിനുള്ളിൽ ഇച്ഛപുലമ്പിയ ഉണ്ടല്ലോ ഉണ്ടെന്നുള്ളിൽ നിന്ന് എന്നതു തേറിനാലും ഇങ്ങനെ ചൊന്നുതൻ ചങ്ങാതിമാരുള്ളിൽ പൊങ്ങിന വേദന പൊക്കി പിന്നെ നന്മ കളർന്നുള്ള രത്നവും ചലയും നന്ദനും എല്ലാവർക്കും നൽകി നിന്നാൽ അമ്മയ്ക്കു നൽകുവാൻ ചെമ്പുള്ള ചലകൾ നന്ദൻ തൻ കയ്യിലെ നൽകി ചൊന്നാൽ ചില നാളുമെൻ അമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകിയണം ഇന്നു തന്നെ
എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ എന്നെ മറക്കൊല്ല എന്നിങ്ങനെ പാൽവെണ്ണയുണ്ണു വേദനയുണ്ടുള്ളിൽ പാരമെനിക്കെന്നു ചൊല്ലുക പിന്നെ വെണ്ണയും പാലും മാറാനും പോരുന്നവരുണ്ടെങ്കിൽ മെല്ലെ വാഴ്ത്ത വേണം വാഴപ്പഴങ്ങളും വണ്ണം തീരണ്ടവർ കേടുവനല്ലെന്നു ചൊല്ലും ചുറ്റാടയുണ്ടു ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വെച്ചു പോന്നു ഊനപ്പെട്ടില്ലല്ലി എന്നരെ ചിന്തിച്ചു ദീനമാകുന്നതൻ മാനസത്തിൽ മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകളൊന്നുമേ മങ്ങാതെ മാനിച്ചു കൊള്ളണനി വെറ്റില തിന്നു ചൊരുക്കിന നേരത്തു തെറ്റെന്നു കൂട്ടുവാൻ ചെന്നേനല്ലോ പുലിയായി അമ്മതൻ നൽകിന ചേലയും മാറിച്ചു പോകല്ലാതെ പിള്ളേരെ നുള്ളി ഞാൻ എന്നു മൂച്ചൊല്ലിട്ടു പിലി കൊണ്ടെന്നെ അടിച്ചാളമ്മ കേണുകൊണ്ടന്നു വാഴക്കായി പോയി ഞാൻ ഊണിനു വാരാതെ നിന്ന നേരം തെണ്ടമായി എന്നതെ നിന്നു നീ നൽകിന കണ്ടിക്കെന്തേല മറക്കൊല്ലാതെ പൊങ്ങിനൊരാശപൂലം വീണിടുന്ന കിങ്ങിണി എങ്ങാനും വീഴല്ലാതെ പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊണ്ടേനും പാലാതെ ചെണറ്റു നിന്നുള്ള ഒരേണമില്ലൊന്നുമേ ഞാനറ്റു പോകല്ല ഞാൻ വരുമ്പോൾ സാധാരണ നിന്നൊരു നന്ദനും ഇങ്ങനെ മാധവൻ എന്നു പറഞ്ഞ നേരം കണ്ടാ നിന്നു പോരുന്നു നിന്നെ ചിരിന നന്ദനപ്പോ മാനസം തന്നെ മറച്ചു വെച്ചിനൊരു ആയ പൈതലം കണ്ണൻ തന്നെ തെറ്റെന്നു പോയാൽ തന്നിട്ടുള്ള ദേശത്തും മറ്റുള്ള ഗോപന്മാരോടും കൂടി അനേകതും ദിവി താന്നു മുളിച്ചു കൊണ്ട് ആനായെ ചെരിക്ക് കൊണ്ടുപോയി ആനായെ ചെരിക്ക് പോകുമ്പോൾ ഇങ്ങനെ ന്യായമുണ്ടെല്ലാവർക്കും എന്ന് തോന്നും അനേകതും നൂവി കൊണ്ടെന്നു പോയത് ആരും ഓരോരുത്തരറിഞ്ഞതില്ലേ നന്ദൻ താനുള്ളിൽ മറച്ചൊരു കണ്ണന് ഇന്നൊരു ലോകരറിഞ്ഞുകൊണ്ട പഴയും മീലെഴുന്നുള്ള രോമവും ഭർഗവും മേന്മേലെ ചൊല്ലുകയാ വഞ്ചനം എന്നൊരു പിന്നെയും ഓർക്കുമ്പോൾ ചഞ്ചലമായി വരുമെന്നു ന്യായം നെഞ്ചകം തന്നിലുൾ അഞ്ജന വർണ്ണനെ ചെഞ്ചമേലോകരറിഞ്ഞാരല്ലോ നന്ദനം തന്നോടെ വല്ലവന്മാരുമായി മന്ദിരം തന്നിലെ ചെന്നു ജമ്മി കണ്ണനെ നന്ദിനോടുള്ളവുമായിട്ട് പുണ്യമേ എന്നു തെളിഞ്ഞു നിന്ന കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ അഞ്ജനായുള്ളൊരു കാർമുകിൽ പോകയാൽ അഞ്ജന വർണ്ണന തിങ്കളപ്പോൾ വെണ്മ കലർന്നുള്ള യാദവ വംശമമ്പരം തന്നിൽ വിളങ്ങുമെന്നാൾ ആനകതുന്തുബി ബാലകന്മാരുടെ പൂണുനൂൽ പൂണുന്ന മംഗലത്തെ നേരറ്റു നിന്നുള്ള ദാനങ്ങൾ ചെയ്തിട്ടു പൂരിച്ച ഭാരം തെളിഞ്ഞു നിന്നാൽ പൂണുനൂൽ പൂണ്ടുള്ള കാർവർണ്ണരാമന്മാർ പൂതന്മാരായി പുറപ്പെട്ടുടൻ വിഖ്യാതനായൊരു വിപ്രയന്തൻ പാച്ചാരത്തു വിദ്യകൾ കോലുവാൻ ചെന്നു ചെമ്മേ ശാന്തി കളഞ്ഞോരോ വിദ്യകളെല്ലാമേ താന്തന്മാരായി പഠിച്ചു പിന്നെ ദക്ഷിണ വേണ്ടുന്നതെന്തെന്നു ചോദിച്ച രക്ഷണൻ ചൊല്ലിന നാരണനും നിർമ്മലനായ ഒരു ബാലകനുണ്ടെനി കമ്പൂതി തന്നിൽ മരിച്ചുപോയി മാനസം തന്നിലെ പൈതലെ ചിന്തിച്ചു വേദനയാകുന്നു പിന്നെ പിന്നെ ആകന്നു താകില പൈതലെ നിങ്ങളിൽ ആരാഞ്ഞു കൊണ്ടെന്നു നൽക വേണം അങ്ങനെയാമെന്നു ചൊന്നു വാരിധി തന്നെ ചീരത്തു ചെന്നു ബാലനെത്താമെന്നു ചൊന്ന നേരം വാരിധി ഞാൻ ചെന്നു പാരാതെ ചൊല്ലി ഞാൻ ബാലനെ കൊന്നത് ഞാനല്ലയോ ശങ്കായി നിന്നൊരു ദാനവ വീരനുണ്ടെങ്കിൽ കളിച്ചവൻ കൊണ്ടുപോയാൽ വാരിധി താനതു ചൊന്നതു കേട്ടുവർ വാരിധി നേരെ ഇറങ്ങി പിന്നെ ദാരുണനായൊരു ദാനവൻ തന്നെയും പാരാതെ കൊന്നങ്ങു വീഴ്ത്തി നേരെ ദാനവൻ നേരിയായുള്ള ഒരു ശങ്കിനെ മാനിച്ചു കൊണ്ടിങ്ങു പോന്നു പിന്നെ ചിന്തിച്ചില്ല മന്ദിരം തന്നെ ചെന്നാൽ കിങ്കരെല്ലാരും കേൾപ്പതിനായിട്ടു ശംഖു പിടിക്കാൻ കൽമഷവൈരിയായുള്ള ഒരു കണ്ണന്റെ കമ്പൂതനാദത്തെ കേട്ട നേരം ദീനത കോലിന യാതന പൂന്നു വേദന വേർവിട്ടു നിർമാർച്ചമ്മേ ശൂലത്തിന്മീതെ കിടന്നുള്ളവരെല്ലാരും ആലസ്യം നീങ്ങി എഴുന്നാരപ്പോൾ ഈത്തലയായിട്ടു തൂങ്ങിനോരെല്ലാരും ആർത്തിയും തീർന്നു മറഞ്ഞു നിന്ന ചെങ്കനൽ തന്നിൽ കിടന്നുള്ളവരെല്ലാവർക്കും ചെങ്കനൽ നല്ലൊരു നീരായി വന്നു കള്ളിപ്പാൽ കൊണ്ടൊന്നു കണ്ണിലൊഴിക്കുമ്പോൾ കർപ്പൂരമെന്നങ്ങു തോന്നിച്ചമ്മേ മാനെന്നെ മേനിയിൽ ചുറ്റി നിന്നണ്ടത്തെ ചെന്നു കടിക്കും നേരം കൺമയിൽ തന്നെ കാറ്റിനെയേൽക്കയാ തിണ്ണം പറന്നുടെ ദൂരം ദൂരം ദുഷ്ടന്മാർ മേനിയിൽ പെട്ടെന്നു ചേർന്നുള്ളൊരട്ടകളും പിന്നെ അവണ്ണമേ മുൾത്തടി തന്നിൽ കിടന്നുള്ളവരെല്ലാവർക്കും മെത്ത എന്നിങ്ങനെ തോന്നിയതപ്പോൾ പാമ്പുകൾ വെയിൽ പിണഞ്ഞു കരഞ്ഞൊരു പാങ്കഴി തോറും കിടന്നോർക്കെല്ലാം ചണിക്കൊങ്കയും പൂണ്ടു കിടക്കുന്ന മച്ചകം താനെന്നു തോന്നിയതപ്പോൾ ഘോരമായി നിന്നുള്ള യാതന പൂണുന്ന നാരകദേശങ്ങൾ ഓരോന്നേ താൻ നന്ന കുമാരകൻ ചെന്നൊരു
ചെന്നൊരു നേരത്തു നന്ദനമായി വന്നു തന്നെ വേണ്ടു എന്നത് കണ്ടൊരു കിങ്കരന്മാരെല്ലാം അന്തകൻ തന്നോട് ചെന്നു ചൊന്നാൽ പണ്ടനും കാണാതെ വേലകളിൽ ഇപ്പോൾ ഉണ്ടായി കാണുന്ന തെങ്ങളെല്ലാം ദണ്ഡനുമാരെ ദണ്ഡിപ്പാനല്ലോ ചണ്ടന്മാരായുള്ള ഞങ്ങളുള്ളൂ. ഇന്നതിനേതും ഒന്നാകുന്നതില്ലെന്ന എന്നതിൻ കാരണം ചൊല്ല വേണം. പാവികളായോരെ പാരാതെ കൊണ്ടെന്നു പാലിച്ച കോലെടുത്തെങ്ങളെല്ലാം കോപിച്ചു താടിച്ച നേരത്തു മോദത്താൽ കോൾമയർ കൊള്ളുന്നു വെയിലിപ്പോൾ ചെമ്പുകിടാരങ്ങൾ തന്നിൽ കിടന്നിട്ടു വമ്പുറ്റ തീ തട്ടി തിന്നോരെല്ലാം സ്വസ്ഥരായി നിന്നിപ്പോൾ കത്തലും കൈവിട്ടു നിദ്രയെ മുഴുന്നോർ വേണ്ടു വണ്ണം വാൾക്കൊണ്ടു ഞങ്ങൾ അറുത്തു നുറുക്കുമ്പോൾ വാഗൊണ്ടു പാടുന്നോർ പേടിയാതെ പാൽ പിടിച്ചോരോരോ പാറമേൽ തല്ലുമ്പോൾ കാണി പോലെല്ലേതും ദീനമുള്ളിൽ ഇരുന്ന വാൾ കൊണ്ടു മെയ്യിലങ്ങിരുമ്പോൾ ഈയെന്നു ചൊല്ലുന്നോരില്ലയാരും അഞ്ചാതെ കണ്ണിലെ തൂശി തറയ്ക്കുമ്പോൾ പുഞ്ചിരി ചെമ്മേ കാണാവുന്നു. ദുർഗന്ധം പൂണ്ടുള്ള ദേശങ്ങളെല്ലാമേ സൈഗന്ധമായി വന്നതിപ്പോൾ ഊരിയിലുട്ടായുള്ള മന്ദിരം ഓരോന്നെ പാരം വിളങ്ങുന്നു. പിന്നെ പിന്നെ പേടിയാകുന്നതേ ഞങ്ങൾക്കും ഉള്ളത്തിലോടുവാനായിട്ടേ കാലേഴുന്നു. ആകുന്നതില്ല പിന്നാരത്തു പോരുവാൻ ചാകുന്നതുണ്ടെന്ന് തോന്നുന്നിപ്പോൾ. ദൂതന്മാരിങ്ങനെ ചൊന്നൊരു നേരത്തു നാഥനായുള്ളവൻ നോക്കുന്നേരം കാർവർണ്ണൻ തന്നെയും രാമനെ തന്നെയും കാണായി ദൂരവേ വന്നതപ്പോൾ കണ്ടൊരു നേരത്തു ദണ്ഡിതാൻ ചഞ്ചമേ മണ്ടിച്ചെന്നമ്പോട് കുമ്പിട്ടുടൻ എന്തിങ്ങു പോരുവാൻ കാരണം നിങ്ങളിൽ എന്നവൻ ചോദിച്ച നേരം ചൊന്നാൽ ആചാര്യൻ തന്നൂടെ ശൂന്യവെ കാണുവാനായി ആരാഞ്ഞു പോന്നിങ്ങും വന്നു ഞങ്ങൾ. പോരായ്മയേതും ഒന്നോരാതെ നീ ഇപ്പോൾ പാരാതെ നൽകണമെന്നിങ്ങനെ കാരണനായൊരു കാർവർണ്ണൻ ചൊന്നപ്പോൾ കാലനും ചൊല്ലിനാൻ മെല്ലെ വേദാൻ എന്നുടെ ലോകത്തു വന്നുള്ളോരാരുമേ പിന്നെ മടങ്ങുമാറില്ല പണ്ടേ ഇന്നതു വേണമെന്നങ്ങുന്നു ചൊല്ലിലോ ചൊന്നതു ഞങ്ങളോ കേട്ടുകൊള്ളാം. മറ്റാരുമല്ല പണ്ടിങ്ങനെ ചൊന്നതു മുറ്റം നെഞ്ചില്ലികൾ രണ്ടുമത്രേ. ഇങ്ങനെ ചൊന്നുടൻ ബാലകൻ തന്നെയും അങ്ങനെ കൊണ്ടെന്നു നൽകിനാന്തൻ അന്തകൻ നൽകിന ബാലകൻ തന്നെയും അഞ്ചാതെ വാങ്ങിന നന്ദജന്മ ദക്ഷിണനായൊരു ദേശികൻ തന്നെ ദക്ഷിണയായി ഇട്ടു നൽകി നന്നാൻ. ദേശികൻ നൽകിനൊരാശിയും പൂണ്ടുകൻ ദേശത്തിലാമാറു ചെന്നു പിന്നെ അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവർക്കെല്ലാവർക്കും ആനന്ദം നൽകിനാരായ വണ്ണം. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. വല്ലവിമാരുടെ കുറച്ച് നല്ലോണം വായിക്കാൻ തിരക്കുണ്ട അവിടെ പോണു എവിടെ മകൾ വീട്ടിൽ അത് പിന്നെ പോയാൽ വീട്ടിൽ തിരക്കില്ല വീട്ടിൽ പോകണം 8 മണിയാകുമ്പോൾ എത്തിയാൽ മതി. കുറച്ച് നല്ലോണം വായിക്കാൻ വെച്ചിട്ടുണ്ട്. വല്ലവിമാരുടെ അല്ലലായി നിന്നുള്ളോരല്ലിനു നല്ലൊരു തിങ്കളായി നിന്നു വിളങ്ങിന നീരജലോചനൻ അന്നു തെളിഞ്ഞു മുതിർന്നൊരു നാൾ നിഗ്ധനായി നിന്നുള്ളൊരുദ്ധവർ തന്നോട് ബദ്ധ വിനോദനായി നിന്നു ചൊന്നാൻ ഇപ്പോഴേ പോകൈന മമ്പാടി തന്നിൽ നിങ്ങൾ പ്രിയം ആൾക്കാതെ നൽകുവാനായി ഖേദിച്ചു നിന്നൊരു താതനെ തന്നെയും മാതാവു തന്നെയും കാണവേണം. നാമങ്ങു ചെല്ലാനു ദീനന്മാരായുള്ള കാമിനിമാരെയും കാണുക പിന്നെ നമ്മെ പിരിഞ്ഞുള്ള വേദന പോക്കണം നന്മൊഴി കൊണ്ടു നീ എന്നിങ്ങനെ സുന്ദരിമാരോട് ചൊല്ലുവാനായുള്ള സന്ദേശം തന്നെയും ചൊന്നു. പിന്നെ പോകെങ്കിൽ നീ എന്ന യച്ചവൻ തന്നെയും ആൾക്കാതെ മന്നീരൻ തന്നിൽ പുക്കാൻ ഉത്തമനായുള്ളൊരുദ്ധവരെന്നപ്പോൾ ഭക്തിയെ പൂണ്ടു പുറപ്പെട്ടുടൻ നന്ദന്റെ മന്നീരം തന്നീലകമ്പുക്കു മന്ദമാക്കിയിടിനാൻ മാർഗഗേതം. ഉദ്ധവരായൊരു വാർത്തിങ്കൾ വന്നു നിന്നുത്സവമായല്ലോ ഗോകുലത്തിൽ താപത്തെ തൂകുന്ന ഞാനതിൽ കൂടി നിന്നാപത്തായി മേവേണ്ട എന്ന പോലെ വാരിറ്റു നിന്നൊരു വാരിജ വല്ലഭൻ വാരിധി തന്നിൽ മറഞ്ഞാനപ്പോൾ ഉദ്ധവർ വന്നതു കണ്ടൊരു നേരത്തു വർദ്ധിത മോദനം നന്ദനപ്പോൾ ഓടിയണഞ്ഞവൻ കേടറ്റ ഭൂമിനി ഗാഠമായി പൂണ്ടങ്ങു നിന്നു. പിന്നെ ദേശമായുള്ളൊരു ഭോജനം തന്നെയും നൽകി നിന്നെല്ലാരും കൂടി പിന്നെ കണ്ണനെ കൊണ്ടേ പറഞ്ഞു തുടങ്ങിനാർ തിന്നമേഴുന്നൊരു ഭക്തി പൂണ്ട്. ഭക്തിയെ പൂണ്ടതു കണ്ടൊരു നേരത്തു നിദ്രതൻ മണ്ടിനാൾ ദൂരം തന്നുടെ കാമുകൻ അന്യയെ പൂണുമ്പോൾ കിന്നമാരാമല്ലോ മാനിനിമാർ. കാലം പുലർന്നു തുടങ്ങിന നേരത്തു കാമിനിമാരെല്ലാം ചെന്നു ചെമ്മേ കേശവൻ തന്നുടെ ചൊല്ലാലെ വന്നുതേ കേവലമിന്നിവനെന്നു നന്ദി. ഉദ്ധവരോട് പറഞ്ഞു തുടങ്ങിനാൻ ബദ്ധ വിഷാദമാരായി പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇച്ഛയെ നൽകുവാൻ അച്യുതൻ ചൊല്ലാലെ വന്ന നിന്നെ
കണ്ടറിഞ്ഞങ്ങളും വന്നതായി ഇങ്ങനെ കൊണ്ടൽ നിർവർണ്ണൻ വാർത്ത കേൾപ്പാൻ. ഞങ്ങളെ വഞ്ചിച്ചു പോയൊരു കാർവർണ്ണൻ ഇങ്ങേടം ചിന്തിപ്പുതുണ്ടോ ചൊല്ലി. പല്ലവിമാരെന്നു ചൊല്ലുന്ന നേരത്തു ഉള്ളിൽ വെറുപ്പു തുടങ്ങിയില്ലല്ലി. സ്വർലോകം തന്നിലെ നല്ലൊരു വെല്ലുന്ന മല്ലവിലോചനമാരുമായി രാപ്പകൽ നിന്നു കളിച്ചു പുളച്ചങ്ങു വായ്പൊടുമേവുന്ന കാലം ഇപ്പോൾ. കാനനം തന്നിൽ കിടന്നുരുളങ്ങളെ കാർവർണ്ണൻ എങ്ങിനെ ചിന്തിപ്പൂചൊൽ. തെന്മാവു തന്നോടെ തേനുണ്ണും കോകിലം കാഞ്ഞിരക്കായ്കളെ തീണ്ടുമോതാൻ. അങ്ങിനെ പോകാതെ നിങ്ങിനെ തങ്ങളിൽ അങ്കനമാരെല്ലാം ചൊല്ലും നേരം ദൂരത്തു നിന്നൊരു കാർവണ്ടു കാണായി ചാരത്തു വന്നിതു പാടിപ്പാടി. ഭ്രമരഗീതം ഭാഗവതത്തിലെ ഭ്രമരഗീതമാണ്. പങ്കജം താനിന്നു ശങ്കയെ പൂണ്ടിട്ടു ചെങ്കടൽ ചാരത്തു ചെന്ന നേരം നേരത്തെ വന്നുണ്ടു ഞാനിന്നു ചൊല്ലിട്ടു ദൂരത്തു പോയൊരു കണ്ണനുടെ ചൊൽപ്പറ്റു നിന്നൊരു ദൂതനെന്നിങ്ങനെ കൽപ്പിച്ചു നിന്നു പറഞ്ഞാരപ്പോൾ. പൂക്കളിലുള്ളൊരു തേനുണ്ടു കൂടിനാൽ പൂക്കളെ നോക്കാതെ പോരുന്നു നീ. കൈതവം പൂണ്ടൊരു കാർവർണ്ണൻ തന്നോടെ ദൂതനെന്നുള്ളതു ചേരുവോനെ. പാഞ്ഞു വന്നിങ്ങനെ തീണ്ടുവാൻ നീയങ്ങൾ പാദം നുറുങ്ങു പറഞ്ഞു വേണം. മാധവൻ തന്നെ മാറിൽ വിളങ്ങുന്ന മാലയിൽ നിന്നല്ലോ വന്നുതിപ്പോൾ. ഇന്നവൻ പൂണുന്ന നന്മൊഴിമാരുടെ നൽകുല കുങ്കുമമുണ്ടു തന്നിൽ. നിൻമുഖം തന്നിലുമുണ്ടെന്നു നിർണയം എന്നിട്ടു തീണ്ടല്ല എന്നു ചൊല്ലി. പൊയ്കയിൽ ചെന്നു കുളിച്ചിങ്ങു പോരുകിൽ വൈകാതെ ഞങ്ങളെ തീണ്ടിനാലും പിന്നെയും ഞങ്ങളെ വന്നു നീ തീണ്ടുകിൽ വല്ലായ്മ കിഞ്ചിൽ നിനക്കുണ്ടാമേ. വേണ്ടാതെ ഞാൻ വെടിഞ്ഞിടിന മാതരെ തീണ്ടിനാനല്ലോ നീ എന്നു ചെമ്മേ. എന്നുടെ ചാരത്തു പോരല്ല നീ എന്നു നിന്നോട് കോപിക്കും കർണൻ. പിന്നെ തന്നോടെ പിന്നാലെ പായുന്ന ഞങ്ങളെ ഖിന്നമാരാക്കി പോയെങ്ങാനും തന്നുള്ളിൽ ചേരുന്ന മാനിനിമാരുമായൊന്നൊത്തു നിന്നു കളിച്ചാലും താൻ. സങ്കല്പം കൊണ്ടെങ്ങൾ പൂണുന്നതിങ്ങിനെ പങ്കജലോചന നിന്നൊഴിപ്പു. അലലിൽ വീണുള്ള വല്ലവിമാരെല്ലാം മെല്ലെ നിന്നിങ്ങനെ ചൊല്ലിപ്പിന്നെ കണ്ണുനീർ പൂണ്ടു കരഞ്ഞു തുടങ്ങിനാർ കണ്ണാനെന്നിങ്ങനെ തിന്നം ചൊല്ലി. എന്നതു കണ്ടുള്ളൊരുദ്ധവരം നേരം നന്നതനുജന്റെ സന്ദേശങ്ങൾ ഒന്നൊന്നെ ചൊല്ലി നിന്നല്ലലെ പൂക്കിനാൻ മന്ത്രങ്ങൾ ചൊല്ലി. വിഷത്തെ പോലെ നന്ദന്റെ ദോഷത്തെ ചെയ്വതിനായിട്ടു 4-5 മാസമിരുന്നു. പിന്നെ കണ്ണനു നൽകിന കാഴ്ചയും വാങ്ങിത്താൻ കിണ്ണം നടന്നിങ്ങു പോന്നു വന്നാൻ. അച്ഛനും അമ്മയും നൽകിന കാഴ്ചയും അച്യുതനായി കൊടുത്താൻ. പിന്നെ നച്ചേലും കണ്ണിമാർ ചൊന്നുള്ള വാർത്തയും നച്ചെവി തന്നിരങ്ങാക്കിനാൻ താൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കുറച്ച് വായിക്കാനുള്ളൂ. നമുക്ക് തിരക്കുണ്ടെങ്കിൽ പൊടി ഞാനിരുന്ന് വായിച്ചോളൂ. ഞാൻ പോട്ടെ പോടാ തിരക്കുണ്ട. കുറച്ച് വായിച്ചു. അപ്പോൾ പിന്നെ നിങ്ങൾ അവിടെ പോകാം. അവിടെയാ വേഗം വരും. അരമണിക്കൂർ കുറച്ച് വായിച്ചിട്ട് തീരില്ല. ഇങ്ങനെ ദിവസം പോയാൽ അങ്ങനെയില്ല. നാളെ കൂടി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഓണായില്ലേ? ഓണത്തിനൊന്നും അനക്കൊന്നും തിരക്കില്ല. നമ്മൾ ഓണം വാങ്ങുന്നില്ല. ഏച്ചി മരിച്ചിട്ട് 6 മാസം ആയിട്ടില്ല. സേവകന്മാരിൽ ഓർമ്മോ ഭഗവതി വാസുദേവായ കൂടി വായിച്ചിട്ട് നിർത്താം. ഞാൻ വെച്ചിന്ന് രുക്മിണി ശങ്കരും വായിക്കാം. സേവകന്മാരുടെ വേദന പോക്കുന്ന ദേവകി നന്ദനൻ എന്നൊരു നാൾ സൈതന്ത്രി തന്നുള്ളിൽ മരമാൽ പൂണ്ടുള്ള വൈരസ്യം പോക്കേണമെന്നു നന്ദി. ഉത്തമനായുള്ള ഒരു ഉദ്ധവർത്താനുമായി മുഗ്ധവിലോചന മന്ദിരത്തിൽ ചെന്നു തുടങ്ങിന ചെന്താരി മാനിനി ചൊവ്വോടു കാമിച്ച കാന്തിയുമായി. കാമിച്ചു നിന്നൊരു കാമിനി താനപ്പോൾ കാർവർണ്ണൻ വന്നതു കണ്ട നേരം സന്തോഷം കൊണ്ടു തന്മയി മറന്നിടിനാൻ. ചിന്തിച്ച ദേശുമ്പോൾ എന്നു ന്യായം. മാനിനി തന്നോടെ സുഹൃതവാക്കിനാൽ മാനിതനായൊരു മാധവൻ താൻ ദന്തം കൊണ്ടുള്ളൊരു കട്ടിൽ കരേറിനാൻ. ചന്തത്തിൽ അമ്മാറു ചെന്നു. പിന്നെ വാരുറ്റു നിന്നൊരു മാരന്റെ ചൊല്ലാലെ ചാരത്തു ചെന്നു. മെല്ലെ മെല്ലെ ഔചിത്യമായിട്ടുള്ള ലീലകൾ കൊണ്ടു തൻ വൈചിത്യം കാട്ടിന കാമിനി താൻ. ആനന്ദമൂർത്തിയായി നിന്നൊരു കണ്ണനെ മാനിച്ചു പുൽകിനാനായ വണ്ണം ഉള്ളിലിടുന്നു നിന്നാശയായുള്ളൊരു വല്ലിയെ കൈപ്പിച്ചാൽ വായ്പോടപ്പോൾ. കാമിനി തന്നോടെ കാമമാൽ പോക്കിന കാർവർണ്ണൻ താനിങ്ങു പോന്നു. പിന്നെ ചൊൽക്കൊണ്ടു നിന്നുള്ളൊരക്രൂര മന്ദിരം പൊക്കു വിരുന്നുണ്ടു. പിന്നെ
പാർത്തന്മാർ കീടിന വാർത്തയെ കേൾപ്പാന യാത്രയാക്കിയിടിനാനെന്നവനെ വേഗത്തിൽ പോയെങ്ങും ഗാന്ധി നീ നന്ദനൻ നാഗപുരം തന്നിൽ ചെന്നു പിന്നെ കാണേണ്ടുന്നോരെയും കണ്ടുടൻ മെല്ലവേ താനെ പോയെങ്ങിനെ നിന്ന നേരം പാണ്ഡവ മാതാവായുള്ളൊരു കുന്തിതാൻ കേനവൻ ചാരത്തു ചെന്നു ചെന്നാൻ സിംഹങ്ങൾ തന്നുടെ ചാരത്തു പോരുന്നു രേണങ്ങൾ പോലെയ പൈതങ്ങളോ രാപ്പകൽ നിന്നും ഉഴയ്ക്കുന്നതോർക്കുമ്പോൾ ബാഷ്പമുണ്ടായി വരുമേവർക്കുമേ വള്ളികൾ കൊണ്ടു പിടിച്ചങ്ങു ബന്ധിച്ചു തള്ളി വിട്ടിടിനാൽ ഗംഗ തന്നിൽ ഘോരമായുള്ള വിഷത്തെയും നൽകിനാൽ ഗുരു തുടങ്ങിന സോദരന്മാർ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇങ്ങനെ നിന്നു പുലർന്നുകൊണ്ടു ഞാൻ ഇങ്ങനെ പോലുള്ള ലോകർ മുമ്പിൽ കുന്തി താൻ ഇങ്ങനെ ചെന്നുള്ള വാർത്തകൾ ഒന്നൊന്നെ തന്നുള്ളിലാക്കി പിന്നെ വൈകാതെ പോന്നിങ്ങു വന്നവനെല്ലാമേ വൈകുണ്ഠൻ തന്നോടു ചൊന്നാൻ ചെമ്മി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വായിക്കുന്ന മതിയെന്ന സമയമുള്ള ദിവസം ഞാനിരിക്കുന്നു എനിക്ക് തിരക്കില്ലാത്ത ദിവസം എനിക്ക് ഉണ്ടാവും. കൃഷ്ണ ഹരേ ജയ തീർക്കാം എങ്ങനെ നമുക്ക് തീർക്കാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഞാൻ ഇന്ന് രുക്മിണി സ്വയംവരം തീർക്കണം എന്ന് വിചാരിച്ചു. ജരാസന്ധ ആ പകൽ വീട്ടിലൊന്ന് ജില്ലിൻ്റെ വീട്ടിലൊന്ന് കയറണോ. സർവത്ര ഗോവിന്ദ അതെല്ലാം പിന്നെയല്ലേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ